ഹലോ, ഇന്നത്തെ സെഷൻ തുടങ്ങുന്നത് അല്പം ഒന്ന് പിന്നാക്കം പോയിട്ടാണ്. 1947 ഒരു വേനൽക്കാലം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം. ഗംഗയുടെ തീരത്തുള്ള ഹൃഷികേശിലെത്തിയ 30-കാരനായ ഒരു യുവാവ് ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ ആശ്രമം ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു. പോക്കറ്റിൽ പേനയും തോളിൽ ക്യാമറയും ചുണ്ടത്ത് എരിയുന്ന സിഗരറ്റുമായി ആ പത്രപ്രവർത്തകന്റെ വരവ് ഡൽഹിയിൽ നിന്നാണ്. ഹൃഷികേശിലെത്തി സന്യാസിമാരെ നേരിട്ട് കണ്ട് ആധ്യാത്മികതയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഉദ്ദേശത്തോടെ അല്ല ആ വരവ്, മറിച്ച് അവരുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ്, അതാണ് ഉദ്ദേശം. ഇന്ത്യ സ്വാതന്ത്ര്യത്തിനായി പൊരുതുമ്പോൾ അതിലൊന്നും പങ്കുചേരാതെ, ഒരു കുലുക്കവുമില്ലാതെ താടിയും മുടിയും നീട്ടി ഹിമാലയത്തിൽ ഇരിക്കുന്നവരോടുള്ള ആശയപരമായ വിയോജിപ്പാണ് മനസ്സിൽ. അടുത്ത തിങ്കളാഴ്ച പത്രത്തിൽ തുടങ്ങേണ്ട പരമ്പരയ്ക്കായി വന്ന ആ യുവാവിന്റെ ജീവിതത്തിൽ അങ്ങനൊരു തിങ്കളാഴ്ച ഒരിക്കലും സംഭവിച്ചതേയില്ല. ആരെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് എന്ന് നിങ്ങളിൽ പലർക്കും ഇപ്പോഴേക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കും. ഒരാഴ്ച എന്ന ഹ്രസ്വകാലത്തേക്ക് ഹൃഷികേശിലെത്തിയ ബാലകൃഷ്ണ മേനോൻ ആഴ്ചകളും മാസങ്ങളും പിന്നിട്ട് പൂർവാശ്രമം ഹിമാലയത്തിൽ ഉപേക്ഷിച്ച് ചിന്മയാനന്ദനായിട്ടാണ് പിന്നീട് സമതലത്തിലേക്ക് ഇറങ്ങുന്നത്. കടുപ്പത്തിലൊരു കഥയുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഈ സീസണിലെ നമ്മുടെ സെഷൻ ആരംഭിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോട് ചെയ്യണേ എന്നൊരു സ്നേഹപൂർണമായ ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. എല്ലാ സുഖ സൗകര്യങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും സന്തോഷം കുറഞ്ഞു വരുന്നു എന്നതാണ് മനുഷ്യകുലത്തിന്റെ ട്രാജഡി. ഏത് കാലത്ത് കേൾക്കുമ്പോഴും ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന പ്രസ്താവന ചിന്മയാനന്ദ സ്വാമികളുടെ വാക്കുകളാണ്. സ്വാമിയെക്കുറിച്ച് ഒറ്റ വാചകത്തിൽ നമുക്ക് പറയാനാവുന്നത് മനുഷ്യനെ, പ്രത്യേകിച്ച് യുവതയെ പരമാവധി മനസ്സിലാക്കാൻ സാധിച്ചിരുന്ന ഒരു മനുഷ്യൻ എന്നാണ്. 1916 എറണാകുളം ജില്ലയിലെ പൂതാമ്പള്ളി തറവാട്ടിലാണ് ജനനം. ശ്രീ കുട്ടൻ മേനോന്റെയും ശ്രീമതി പാറുക്കുട്ടിയമ്മയുടെയും മകനായി ബാലകൃഷ്ണ മേനോൻ ജീവിതം ആരംഭിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജ്, തൃശൂർ സെന്റ് തോമസ് കോളേജ്, ലക്നൗ സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1942 ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇന്ത്യയിലാകെ വ്യാപകമായി പടർന്നപ്പോൾ ദേശീയ ബോധം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നതിനായി ലഘുലേഖകൾ തയ്യാറാക്കാനും അവ വിതരണം ചെയ്യാനും വളരെയധികം ചുറുചുറുക്കോടെ പ്രവർത്തിച്ച വിദ്യാർത്ഥിയായിരുന്നു ബാലകൃഷ്ണ മേനോൻ. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ നോട്ടപ്പുള്ളിയായി മാറി. അറസ്റ്റ് ഭീഷണി ഉണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് അദ്ദേഹം ഡൽഹിയിലെത്തി. 1944 2 വർഷത്തെ അജ്ഞാതവാസത്തിന് ശേഷം പഞ്ചാബിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ച ഉടനെ തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ജയിലിലെ അതീവ വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ ഗുരുതരമായ രോഗം ബാധിച്ച് മരണാസന്നനാകുന്ന ബാലകൃഷ്ണ മേനോനെ റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അന്നൊക്കെ ജയിലിൽ വെച്ച് രോഗം പിടിപെട്ട് ഗുരുതരമാണ് എന്ന് തോന്നിയാൽ തടവറയിൽ നിന്ന് ആളുകളെ റോഡിൽ ഉപേക്ഷിക്കുക എന്നതൊരു പതിവായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വഴിയിൽ കണ്ട അദ്ദേഹത്തെ എന്തുകൊണ്ടോ ഒരു സ്ത്രീ കൂട്ടിക്കൊണ്ടുപോയി വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് രക്ഷപ്പെടുത്തിയെടുക്കുകയായിരുന്നു. അപ്പോഴേക്കും ജവഹർലാൽ നെഹ്റു രൂപം കൊടുത്ത ദ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ഇന്ത്യയിൽ വേരുകൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആരോഗ്യം വീണ്ടെടുത്ത ബാലകൃഷ്ണ മേനോൻ ഒരു പത്രപ്രവർത്തകനായി ഇവിടെ ചേരുന്നതോടെ ജീവിതത്തിലെ മറ്റൊരധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. ചെറുപ്പത്തിന്റെ ഊർജ്ജസ്വലമായ തൂലികയായിരുന്നു ആ ജേർണലിസ്റ്റിന്റെ കൈമുതൽ. ചരിത്രം, സംസ്കാരം, സോഷ്യലിസം, രാഷ്ട്രീയം, വിവിധ വിഷയങ്ങളിൽ എഴുതിയ ലേഖനങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. 1947 അദ്ദേഹം ദ കോമൺവീൽ എന്നൊരു ലേഖന പരമ്പര തുടങ്ങുകയും പത്രപ്രവർത്തനത്തിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്താണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ സന്യാസിമാരെ കുറിച്ചുള്ള ഒരു ലേഖന പരമ്പര എന്ന ഉദ്ദേശത്തോടെ ബാലകൃഷ്ണ മേനോൻ എന്ന ആ യുവ പത്രപ്രവർത്തകൻ ഹൃഷികേശിലെത്തുന്നത്. ഹിമാലയത്തിലെ സന്യാസി വൈര്യന്മാർ തന്റെ കണ്ണുകൾ തുറപ്പിച്ചു എന്ന് പിന്നീട് ഏറ്റുപറഞ്ഞ ആ യുവാവിനെ ആദ്യം കണ്ട മാത്രയിൽ തന്നെ ഉള്ളിലെരിയുന്ന തീക്കനൽ
ഗുരുവായ ശിവാനന്ദ സരസ്വതി തിരിച്ചറിഞ്ഞിരുന്നു. 1949 മഹാശിവരാത്രിക്ക് ശിവാനന്ദ സ്വാമിയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും ചിന്മയാനന്ദ സരസ്വതിയായി മാറുകയും ചെയ്തു. ചിന്മയാനന്ദൻ എന്ന വാക്കിന്റെ അർത്ഥം ബ്ലിസ് ഓഫ് പ്യുവർ കോൺഷ്യൻസ് എന്നാണ്, അഥവാ ശുദ്ധബോധത്തിന്റെ ആനന്ദം. ശിവാനന്ദ ഗുരുവിന്റെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും പിൽക്കാലത്ത് ചിന്മയാനന്ദൻ ഉത്തരകാശിയിലെത്തുകയും അക്കാലത്തെ വലിയ വേദാന്ത ഗുരുവായിരുന്ന സ്വാമി തപോവൻ മഹാരാജന്റെ ശിഷ്യനായി വേദാന്ത പഠനത്തിൽ മുഴുകുകയും ചെയ്തു. തികഞ്ഞ ധിഷ്ണാശാലിയും സ്വയം സമർപ്പിതനുമായിരുന്ന ചിന്മയാനന്ദൻ തികച്ചും കഠിനമായ ആശ്രമ രീതികളോട് പൂർണ്ണമായും ഇഴുകിച്ചേർന്നുകൊണ്ട് ഭാരത പുരാണങ്ങളും സംസ്കാരവും സസൂക്ഷ്മം പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തു. 1951 ആയപ്പോഴേക്കും ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടെ വേദാന്തം പഠിപ്പിക്കുന്ന ജീവിത പാഠങ്ങൾ സാധാരണക്കാരിലേക്ക് പകരുവാൻ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചിന്മയാനന്ദൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വേദാന്ത ചിന്തകളുടെയും തത്വബോധത്തിന്റെയും ഉള്ളറിഞ്ഞ അദ്ദേഹം ഗുരുവിന്റെ ആഗ്രഹപ്രകാരം തന്നെ ഹിമാലയം വിട്ട് സമതലത്തിലേക്ക് ഇറങ്ങി. ഗീതയും വേദാന്തവും തരുന്ന ജീവിത പാഠങ്ങൾ വഴി ചെറുപ്പക്കാരിൽ ദിശാബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ ആദ്യത്തെ ഗീതായജ്ഞം അഥവാ സത്സംഗം പൂനെയിൽ നടത്തുകയുണ്ടായി. ഒരു പിടി ആളുകളുമായി തുടങ്ങിയ ഗീതാ പ്രവചനം പിന്നീട് ഇന്ത്യയിൽ മാത്രമല്ല ലോകമാകമാനം പ്രചാരം നേടുകയും ചിന്മയാനന്ദ സ്വാമിയുടെ ആഗ്രഹം പോലെ തന്നെ തികച്ചും സാധാരണക്കാരായ ആളുകളിലേക്ക് ഗീത എത്തുകയും ചെയ്തു. ഭഗവത്ഗീതയ്ക്ക് ലോക ശ്രദ്ധ നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ചിന്മയാനന്ദ സ്വാമിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനാവും. യുവത്വത്തെ എന്നും പ്രോത്സാഹിപ്പിക്കുകയും വിലമതിക്കുകയും ചെയ്തിരുന്ന ചിന്മയാനന്ദ സ്വാമി ഒരിക്കൽ കേൾക്കാനിടയായ ഇന്ത്യൻ യൂത്ത്സ് ആർ യൂസ്ലെസ് ആൻഡ് കെയർലെസ് എന്ന പ്രസ്താവനയെ ഇന്ത്യൻ യൂത്ത്സ് ആർ നോട്ട് യൂസ്ലെസ്, ദേ ആർ യൂസ്ഡ് ലെസ് ആൻഡ് കെയർഡ് ലെസ് എന്ന മറുകുറി കൊണ്ടാണ് നേരിട്ടത്. വികാസ പ്രതിരോധകങ്ങളായ എല്ലാ നിഷേധാത്മക ചിന്തകളും നമ്മളിൽ ഉദിച്ചുയരുന്നത് നമ്മെ പറ്റിയുള്ള നമ്മുടെ അബദ്ധ ധാരണകളും ആശയക്കുഴപ്പങ്ങളും കൊണ്ടാണ്, അദ്ദേഹം പറയുന്നു. ആ മനസ്സിൽ എന്നും യുവജനങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. ഭഗവത്ഗീതയും ഉപനിഷത്തുക്കളും വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ച ചിന്മയാനന്ദ സ്വാമി അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് ദ ആർട്ട് ഓഫ് ഗോഡ് സിംബോളിസം. ഈശ്വരന്റെ രൂപകൽപ്പനയ്ക്ക് പിറകിലെ പരമാർത്ഥങ്ങൾ സാധാരണക്കാരന് മനസ്സിലാകുന്നത് പോലെ വളരെ ലളിതമായാണ് ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഒരു അക്കാദമിക് താല്പര്യത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഏതാണ്ട് 45ഓളം പേജുകൾ മാത്രം വരുന്ന ഈ പുസ്തകം എല്ലാവരും ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ്. നമ്മളുടെ തന്നെ ഉള്ളിലുണ്ടാകുന്ന പല സംശയങ്ങൾക്കുമുള്ള വ്യക്തമായ മറുപടി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിഘ്നേശ്വരനായ ഗണപതിയുടെ രൂപകൽപ്പനയിൽ തെളിഞ്ഞു കാണുന്ന ചില ലക്ഷണങ്ങൾ പാശ്ചാത്യർക്ക് മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലെ ചിലർക്കും പരിഹാസ്യമായി തോന്നിയേക്കാം. വലിയ വയറും തുമ്പിക്കൈയും ഒറ്റക്കൊമ്പും മാത്രമല്ല, കലണ്ടറിലൊക്കെ എപ്പോഴും കാണാറുള്ളത് പോലെ ഗണപതിയുടെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുന്ന കുറെ പലഹാരങ്ങൾക്ക് മുമ്പിൽ, മധുര പലഹാരങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്ന സ്വാമിയെ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു എലിയെയും കാണാനാവാം. ഗണപതിയുടെ വാഹനമാണ് എലി എന്നതിലുപരി ഈ ചിത്രത്തിൽ എന്താണ് എലിക്ക് സാങ്കത്യം എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചെറിയ ശരീരവും വളരെ ചെറിയ പല്ലുകളും ആണെങ്കിലും ഒരു വലിയ നെല്ലറയിലെ നെല്ല് മുഴുവനും കുറിച്ച് നാശം സൃഷ്ടിക്കാൻ എലിക്ക് കഴിയും. അത്തരം വിനാശകാരിയായ ഒരെലി നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അതാണ് തൃഷ്ണ അഥവാ അനുഭവിക്കാനുള്ള ആസക്തി. അതിനെ ജയിച്ച് കീഴടക്കി ആജ്ഞാനുവർത്തിയാക്കണം എന്നതിന്റെ പ്രതീകാത്മക ചിത്രീകരണമാണ് ഗണപതിയുടെ മുമ്പിൽ പലഹാരത്തിന് മുമ്പിൽ സ്വാമിയെ മാത്രം നോക്കിയിരിക്കുന്ന എലി. ഇതൊരു ചെറിയ ഉദാഹരണമായി ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. യുവതയ്ക്ക് കൃത്യമായ വിശദീകരണങ്ങൾ എന്ത് കാര്യത്തിലും കൊടുക്കാൻ കഴിഞ്ഞിരുന്ന അദ്ദേഹം ഈശ്വരാരാധനയെക്കുറിച്ച് വന്ന ചോദ്യത്തിന് ഒരിക്കൽ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: വിഗ്രഹത്തെ ദൈവമെന്നോ ഗുരുവിന്റെ രൂപത്തെ ബ്രഹ്മമെന്നോ കരുതുന്നത് പാത്രത്തെ അതിന്റെ പദാർത്ഥമായി തെറ്റിദ്ധരിക്കുന്നത് പോലെയാണ്. സൂക്ഷ്മവും അഗോചരവും, അതായത് നഗ്ന നേത്രങ്ങൾക്ക് കാണാനാവാത്ത സത്യത്തിന്റെ പ്രതീകം മാത്രമാണ് വിഗ്രഹം. വിഗ്രഹം തന്നെ ദൈവം എന്ന് കരുതുന്നത് മാർഗത്തെ ലക്ഷ്യമായി തെറ്റിദ്ധരിക്കലാണ്. ഇത്തരം തെറ്റായ ധാരണകൾ കൊണ്ടാണ്
കല്ലിന്റെയും മരത്തിന്റെയും ലോഹത്തിന്റെയും പേരിൽ മതഭ്രാന്തന്മാർ വളരുന്നത്. 3 പ്രത്യേക നിറത്തിലുള്ള ഖാദി തുണിക്കഷ്ണങ്ങൾ ചേർത്താൽ ദേശീയ പതാകയാവും. അത് പക്ഷെ ദേശമല്ല. എന്നാൽ ദേശീയ പതാകയെ വന്ദിക്കുമ്പോൾ നാം ചെയ്യുന്നത് രാഷ്ട്രത്തെ ആദരിക്കലാണ്. എത്ര ശക്തമായ ചിന്താധാരയും വാക്കുകളുമാണ് ഇന്നത്തെ സമൂഹം തികച്ചും ആവശ്യപ്പെടുന്ന ഒന്ന്. കാലമേറെ കഴിഞ്ഞിട്ടും തികച്ചും പ്രസക്തമാണ്. തമിഴ്നാട്ടിലെ ചിദംബരം ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ദിവസവും ഒരു പ്രത്യേക സമയത്തുണ്ടാവുന്ന ചിദംബര രഹസ്യം കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവും. എല്ലാവരുമായും വളരെ അനായാസമായി ഒഴുക്കോടെ ആശയവിനിമയം നടത്താൻ ചിന്മയാനന്ദ സ്വാമികൾക്ക് എന്നും സാധിച്ചിട്ടുണ്ട്. 1970കളുടെ മധ്യത്തിൽ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പ്രസംഗത്തിനായി അദ്ദേഹം എത്തുകയുണ്ടായി. ആദ്യത്തെ 5 മിനിറ്റുകളിൽ അദ്ദേഹം സംസാരിച്ചതൊന്നും ഭീകരമായ മുഴക്കം കാരണം ആ ഓഡിറ്റോറിയത്തിലിരുന്ന് ആർക്കും കേൾക്കാനായില്ല. അത് മനസ്സിലാക്കിയ ചിന്മയാനന്ദ സ്വാമി മൈക്ക് മാറ്റിവെച്ച് അല്പം മുന്നോട്ട് കയറി നിന്ന് ഒരു നേർത്ത ചിരിയോടെ പറഞ്ഞത് ദിസ് ഓഡിറ്റോറിയം ഈസ് സോ മച്ച് എഞ്ചിനീയർഡ് എന്നാണ്. ഓഡിറ്റോറിയത്തിലെ റെസൊണൻസിനെ കുറിച്ച് യാതൊരുവിധ പരാതികളും ഇല്ലാതെ സഹിഷ്ണുതയോടെ തികച്ചും നർമ്മത്തോടെ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ അന്നത്തെ ആ സംഭാഷണം മൈക്ക് ഇല്ലാതെ തന്നെ താങ്കളിലേക്ക് എത്തിയ ഗാംഭീര്യവും ആകർഷണീയതയും കേൾവിക്കാർ ഓർത്തെടുക്കുന്നുണ്ട്. നിരന്തര സാധനയാൽ ത്വേജസാർന്ന് ജ്വലിക്കുന്ന കണ്ണുകളും സ്ഫുടമായ ഭാഷയും സംസാരിക്കുന്ന വിഷയത്തിനനുസരിച്ച് മാറി മാറി വരുന്ന ശബ്ദവിന്യാസങ്ങളും ഒക്കെയായി ആദ്യ കാഴ്ചയിലും കേൾവിയിലും തന്നെ അദ്ദേഹം നമ്മളെ കീഴടക്കി കളയുന്നു. എറണാകുളത്ത് അദ്ദേഹത്തിന്റെ യജ്ഞം നടക്കുന്ന സമയം മറ്റൊരു കാര്യത്തിന് ഇറങ്ങിയപ്പോൾ ഒന്ന് കണ്ടിട്ട് പോരാം എന്ന് കരുതി കയറിയ ആളെ 2 മണിക്കൂർ പിടിച്ചിരുത്തിയ അനുഭവം കേൾക്കാനിടയായിട്ടുണ്ട്. അതായിരുന്നു ആ മാസ്മരികത. ഗീതായജ്ഞ വേദിയിൽ ഒരിക്കലെത്തിയ അമ്മ തന്റെ മകനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നീക്കി നിർത്തി സ്വാമിയുടെ കൈ തൊട്ട് അനുഗ്രഹിക്കണം, അവന് നേർവഴി കാണിക്കണം എന്ന് പറയുകയുണ്ടായി. നിറഞ്ഞ ചിരിയോടെ സ്വാമിയുടെ മറുപടി ഉടനെ വന്നു, അവന്റെ നേർവഴി അവന്റെ ഉള്ളിൽ തന്നെയുണ്ട്. എന്റെ കൈ അവന്റെ തലയിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ലഭിക്കാനില്ല. ആ തലയിലെ എണ്ണ എന്റെ കയ്യിൽ പുരളും എന്നല്ലാതെ. നമ്മുടെ തെറ്റായ പല ധാരണകളും പാടെ തിരുത്താനുള്ള ആർജവം എന്നും സ്വാമിയുടെ വാക്കുകൾക്കുണ്ടായിരുന്നു. 93 ഓഗസ്റ്റിൽ ഒരു അമേരിക്കൻ യാത്രയിൽ കാലിഫോർണിയയിലെ സാന്റിയാഗോ പട്ടണത്തിൽ വെച്ച് വളരെ കാലമായി സന്തത സഹചാരിയായിരുന്ന രോഗത്തിന് കീഴടങ്ങിയ അദ്ദേഹം നിത്യ ശാന്തതയിലേക്ക് മറഞ്ഞു. ഹിമാചൽ പ്രദേശിലെ സിദ്ധബാരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹം ലോക നന്മയ്ക്കായി കൊളുത്തിവെച്ച ആ തിരുനാളം ഇന്നും കാറ്റത്ത് ഉലയാതെ മങ്ങാതെ ജ്വലിച്ചു നിൽക്കുന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ സാർത്ഥകമാകുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ മുഹൂർത്തം ജ്വലിതം ശ്രേയം അത് തികച്ചും അന്വർത്ഥമാക്കുന്ന വിധം അവസാന ഘട്ടം വരെ കർമ്മനിരതനായി ജ്വലിച്ചു നിന്നിരുന്ന ചിന്മയാനന്ദ സ്വാമി എന്ന വ്യക്തിത്വം, ആ മഹനീയ ജീവിതത്തെക്കുറിച്ച് അല്പമെങ്കിലും ഒരു അവബോധം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ സെഷൻ നിർത്തട്ടെ. ചാനൽ ഷെയർ ചെയ്ത് കൂടുതൽ പേരിലേക്ക് എത്തിക്കണേ എന്നൊരു ഓർമ്മപ്പെടുത്തലിനൊപ്പം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.